ഹായ് ഓൾ, വെൽക്കം ടു AZP അക്കാഡമി. എൻ്റെ പേര് ജിജി. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഗവൺമെന്റ് കാത്തിരുന്ന KS നോട്ടിഫിക്കേഷൻ 7-ാം തീയതി വന്നു. അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നറിഞ്ഞു, അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. സോ KS നോട്ടിഫിക്കേഷന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാം 2019 അവസാനമായി KS നോട്ടിഫിക്കേഷൻ വന്നത്. ഇത് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ആണ്. കേരള PSC നടത്തുന്ന ഏറ്റവും വലിയ ഒരു എക്സാം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഇത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഏപ്രിൽ 9-ാം തീയതി ബുധനാഴ്ച രാത്രി 12 മണി വരെയാണ്. ഓക്കെ, ഏപ്രിൽ 9-ാം തീയതി ബുധനാഴ്ച രാത്രി 12 മണി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഇവിടെ അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് നമുക്ക് നോക്കാം. ഓൾറെഡി നമുക്ക് എന്തായിരുന്നു, ഒറ്റത്തവണ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ, വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. ആ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് അതിലെന്തായിരുന്നു, നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിലേക്ക് പോവുക. എന്നിട്ട് അപ്പൊ നമുക്കറിയാം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് കാണിക്കും, അതിൽ അപ്ലൈ നൗ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്ലൈ നൗ എന്ന് ക്ലിക്ക് ചെയ്യുക, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ പുതിയതായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ 6 മാസത്തിനുള്ളിൽ എടുത്തിട്ടുള്ള ഫോട്ടോഗ്രാഫാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നും കൂടി ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു 6 മാസത്തിന് അകത്ത് അപ്ലോഡ് ചെയ്ത ഈ ഒരു ഫോട്ടോയ്ക്ക് 10 വർഷക്കാലത്തെ പ്രാബല്യം ഉണ്ടായിരിക്കും എന്നും കൂടിയിട്ട് പറയുന്നുണ്ട്. 10 വർഷത്തെ കാലത്തെ പ്രാബല്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പാസ്വേഡ് നിങ്ങൾ വളരെ സീക്രട്ട് ആയിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. ഓരോ 6 മാസം കൂടുന്തോറും നിങ്ങൾ പുതിയ പാസ്വേഡ് എന്തായിരുന്നു ഉപയോഗിക്കേണ്ടി വരും കേട്ടോ. പുതിയ പാസ്വേഡ് ഉപയോഗിക്കേണ്ടി വരും, അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത റിക്രൂട്ട്മെന്റിലേക്ക് പോവാം. കാറ്റഗറി നമ്പർ 1/2025 ടു 3/2025 വരെയാണ് ഇതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കാണ്, KS-ലേക്കാണ് ഇതിന്റെ വകുപ്പ് ഡിപ്പാർട്ട്മെന്റ്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. KS ഓഫീസർ എന്ന് പറയുന്നത് ജൂനിയർ ടൈം സ്കെയിലാണ്. നമുക്ക് ട്രെയിനി സ്കീം 1-ഉം സ്കീം 2-ഉം സ്കീം 3-യും അങ്ങനെയായിട്ടാണ് ഇതിന് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിനെ KS എന്ന് പറയുന്ന ഒരു പോസ്റ്റ് സ്കീം 1-ഉം സ്കീം 2-ഉം സ്കീം 3-യും ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇത് എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. ഇതിന്റെ സാലറി വരുന്നത് 77,200 രൂപ മുതൽ 1,40,40,500 രൂപ വരെയാണ്. ഇതിന് ബേസിക് പേ ആണ്. അപ്പൊ കയ്യിൽ കിട്ടുമ്പോൾ ഇതിന് കൂടുതലാണ് വരുന്നത് അല്ലെ. 77,200 രൂപ മുതൽ 1,40,40,500 രൂപ വരെയാണ് ഇതിന്റെ പേ സ്കെയില് വരുന്നത്. ഇനി എത്ര ഒഴിവുകളാണ് ഇവിടെ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 31 ഒഴിവുകളാണ് വരുന്നത്. 31 ഒഴിവുകളാണ് വരുന്നത്. മൊത്തം 31 ഒഴിവുകളാണ്. ഇതിൽ സ്ട്രീം 1 എന്ന് പറയുമ്പോൾ നേരിട്ടുള്ള നിയമനമാണ്. അതായത് PSC ജോലിയിലൊന്നും ഇല്ലാതെ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കാണ് സ്കീം 1-ലേക്ക് ഉള്ള ഒരു നിയമനം എന്ന് പറയുന്നത്. അത് 11 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്കീം 2 എന്ന് പറയുമ്പോഴെന്തായിരുന്നു, സർക്കാർ ജോലിയിൽ കയറി പക്ഷെ എന്തായിരുന്നു, പ്രൊബേഷൻ കഴിഞ്ഞ ആൾക്കാർ, പ്രൊബേഷൻ കഴിയാത്തവർക്ക് ഏതിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, സ്കീം 2-ൽ അപേക്ഷിക്കാൻ പറ്റില്ല. അവർക്ക് അപേക്ഷിക്കണമെങ്കിൽ സ്കീം 1 തന്നെ അപേക്ഷിക്കണം. സ്കീം 2 എന്ന് പറയുമ്പോൾ പ്രൊബേഷൻ കഴിഞ്ഞവർക്കാണ് സ്കീം 2-ൽ അപേക്ഷിക്കേണ്ടത്. ഓക്കെ, സ്കീം 2-ൽ പ്രൊബേഷൻ കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഇതിൽ 10 വേക്കൻസി ആണ് സ്കീം 2-ൽ വരുന്നത്. ഇനി അടുത്ത സ്കീം 3 വരുന്ന സമയത്ത് ഗസറ്റഡ് ഓഫീസേഴ്സ് ആണ് സ്കീം 3-ൽ വരുന്നത്. ഗസറ്റഡ് ഓഫീസേഴ്സ് ആണ് സ്കീം 3-ൽ വരുന്നത്. അവിടെ എത്ര വേക്കൻസീസ് ആണ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും 10 വേക്കൻസീസ് തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ 3 സ്കീമും തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ KS നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം റാങ്ക് വരാൻ വേണ്ടിയിട്ട് 1 വർഷമാണ് ഉണ്ടാവുന്നത്. ഓക്കെ, KS നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം റാങ്ക് ലിസ്റ്റ് വരുമല്ലോ, അതിന് 1 വർഷത്തെ കാലാവധിയാണുള്ളത്. സാധാരണ ഇപ്പൊ യൂണിഫോം പോസ്റ്റിനൊക്കെ അങ്ങനെയാണ് അല്ലെ, 1 വർഷത്തെ കാലാവധിയാണ്. ബാക്കി എല്ലാത്തിനും 3 വർഷമാണ്. പക്ഷെ KS-ന് 1 വർഷത്തെ കാലാവധിയാണ് വരുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒന്നിലധികം കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അർഹരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ കാറ്റഗറി തിരിച്ച് പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. ഇനി ഇതിലെ 4% ഒഴിവുകൾ ഭിന്നശേഷിക്കാർക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 4% ഒഴിവുകൾ ഭിന്നശേഷിക്കാർക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഫങ്ഷണൽ ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർക്ക് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷനും ഫിസിക്കൽ റിക്വയർമെന്റും ഉള്ളവരായിരിക്കണമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. എങ്കിൽ മാത്രമാണ് ഈ റിസർവേഷൻ അനുസരിച്ച് നമുക്ക് ജോലി കിട്ടുള്ളൂ കേട്ടോ.
ഇനി ഇതിന്റെ ലിങ്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിങ്കിലാണ് സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് ഭിന്നശേഷി വിഭാഗങ്ങൾ ഹാജരാക്കുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി ഇതിന്റെ പ്രായപരിധി നമ്മൾ നോക്കുവാണെങ്കിൽ 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെയാണ് സാധാരണ UPSCക്കുള്ള അതേപോലെ തന്നെയാണ് വരുന്നത്. ഇതുണ്ടോ 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെയാണ്. അപ്പോ ഈ ഡേറ്റ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. 2/1/1993 1/1/2004 ഉള്ളിൽ ജനിച്ച ആൾക്കാരായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതിനുള്ളിൽ ജനിച്ച ആൾക്കാരായിരിക്കണമെന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഈ ഡേറ്റ് ഉൾപ്പെടെയാണ് പറയുന്നത്. ഇനി OBC ആണെങ്കിൽ 3 വർഷം റിസർവേഷൻ ഉണ്ട്. അപ്പോൾ UPSC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്കൊരു ഡൗട്ട് ഉണ്ട്. നമുക്ക് UPSC ആണെങ്കിൽ എന്തായിരുന്നു ഓഗസ്റ്റിൽ വെച്ചിട്ടാണ് ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെ. ഇത് പക്ഷെ ജനുവരിയിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ ബർത്ത്ഡേ ഇപ്പോ മെയ്യിലാണ്, നിങ്ങൾക്ക് 35 വയസ്സ് തികയുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇനി അതുപോലെ തന്നെ OBC-കാർക്ക് 35 വയസ്സ് വരെയും SC/ST-കാർക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ 37 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. ഇനി സ്കീം 2-ല് 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് സ്കീം 2-ല് വരുന്നത്. 2/1/1985 1/1/2004 ഇടയിലാണ് എന്തെന്ന് വരുന്നത് സ്കീം 2-ലുള്ള ആൾക്കാർ ജനിച്ചിരിക്കുന്നത്. ഈ ഡേറ്റ് ഉൾപ്പെടെയാണ്. ഇവിടെ റിസർവേഷൻ ഉണ്ട്. OBC ആണെങ്കിൽ 3 വർഷം ഉണ്ട്. SC/ST ആണെങ്കിൽ 45 വരെ 5 വയസ്സ് വരെ ഉണ്ട്. സ്കീം 3-ലെ ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത് 50 വയസ്സ് വരെയാണ്. ഇതിൽ റിലാക്സേഷൻ ഇല്ല. ഇപ്പൊ OBC ആണെങ്കിൽ 53 വയസ്സ് വരെ, SC/ST ആണെങ്കിൽ 55 വരെ ഇല്ല. ഏറ്റവും അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 50 വയസ്സാണ് കേട്ടോ. 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് സ്കീം 3-ൽ ഗസറ്റഡ് ഓഫീസർ ആണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തത് നമ്മളിത് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി ഭിന്നശേഷിയുടെ കാര്യം കൂടി പറയുന്നുണ്ട്. കാഴ്ച, കേൾവി, സംസാരം സംബന്ധിച്ച് ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന പ്രായപരിധി എന്ന് പറയുമ്പോൾ 15 വർഷം വരെ ഇളവുണ്ട്. ഓക്കെ, നമുക്ക് ഓൾറെഡി ഉള്ള വയസ്സിനെക്കാട്ടിലും 15 വർഷം ഇളവുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അസ്ഥി സംബന്ധമായിട്ടുള്ള ഭിന്നശേഷി ഉള്ളവരാണെങ്കിൽ 10 വർഷം അവർക്ക് റിലാക്സേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. 10 വർഷം റിലാക്സേഷൻ ഉണ്ട്. അതും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇനി വിമുക്ത ഭടന്മാർക്ക് പരമാവധി പ്രായപരിധിയിൽ അവരുടെ പ്രതിരോധ സേനയിലുള്ള സേവനത്തിന് തുല്യമായ കാലത്തോളം പ്രതിരോധ സേനയിൽ നിന്ന് പിരിഞ്ഞു പോയതിനു ശേഷം തൊഴിലില്ലാതെ നിന്ന കാലത്തിൽ പരമാവധി 5 വർഷത്തോളം ഇളവ് അനുവദിക്കാവുന്നതാണ്. 5 ഇയേഴ്സ് ആണ് പറയുന്നത്. വിധവകൾക്ക് പരമാവധി 5 വർഷം കൂടി ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കുന്നതാണ്. 5 വർഷം കൂടിയിട്ട് റിലാക്സേഷൻ എക്സ്ട്രാ ലഭിക്കുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ജനറൽ കണ്ടീഷൻ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക. അതാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതാ നമുക്ക് നോക്കാം. ഇനി ജാതിയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷകൾ നൽകിയിരിക്കുന്ന അവകാശവാദം പിന്നീടുള്ള ഒരു ഘട്ടത്തിൽ മാറ്റാൻ സാധിക്കില്ല. ഇപ്പൊ നോൺ ക്രിമിലിയർ ആണെന്ന് പറഞ്ഞിട്ട് അവസാനം എന്തായിരുന്നു ക്രിമിലിയർ ആണെങ്കിൽ അതൊക്കെ പ്രശ്നമാവും. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് വേണമെന്നാണ് പറയുന്നത്. അതൊക്കെ കൃത്യമായിട്ട് വേണം. ഓക്കെ, അതൊക്കെ കൃത്യമായിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷന് സമയത്ത് ഹാജരാക്കണം. ഇനി അടുത്തത് യോഗ്യത നമുക്കറിയാം ഗ്രാജുവേഷൻ ആണ്. ഇത്ര മാർക്ക് വേണം അങ്ങനെയൊന്നുമില്ല. ഒരു ഗ്രാജുവേഷൻ ആണ് വേണ്ടത്. അതിലിപ്പോ മാർക്ക് ഇത്ര വേണം അത്ര വേണം അങ്ങനെ യാതൊരു നിർബന്ധവും ഇല്ലാത്ത ഒരു രീതിയാണ് ഇതിൽ പിന്തുടരുന്നത്. അതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല. ഓക്കെ, അതുപോലെ തന്നെ പ്രൊഫഷണൽ കോളേജിലുള്ളവരുടെയും നമുക്കറിയാം ഡിഗ്രി ആയിട്ട് തന്നെ ഉൾപ്പെടുന്നത്. അതായത് നമ്മളെ എഞ്ചിനീയറിംഗോ വേറെ എന്ത് പ്രൊഫഷണൽ ഡിഗ്രി ആണെങ്കിലും നമുക്ക് ഈ ഒരു ജനറൽ ഗ്രാജുവേഷൻ തന്നെയാണ് കൂട്ടുന്നത് കേട്ടോ. ഇനി അടുത്തത് എന്തായിരുന്നു? യെസ്, ഇവിടെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി അടുത്തത് എങ്ങനെയാണ് എക്സാം നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപേക്ഷിക്കേണ്ട തീയതി അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രിലിംസ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്. പ്രിലിമിനറി എക്സാമിനേഷൻ 2 പേപ്പറിലായിട്ടാണ് നടക്കുന്നത്. പേപ്പർ 1ഉം പേപ്പർ 2 ആയിട്ടാണ് നടക്കുന്നത്. പേപ്പർ 1-ല് ജനറൽ സ്റ്റഡീസ് 1 എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ പേപ്പർ 1-ൽ എന്താ ഉള്ളത്? ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ആണ് ഉണ്ടാവുന്നത് അല്ലെ. 100 മാർക്കിന്. അതുപോലെ തന്നെ 1.5 മണിക്കൂറാണ് ഇതിന് നമുക്ക് സമയം കിട്ടുന്നത്. എക്സാം നടക്കുന്നത് ജൂൺ 14-നാണ് എക്സാം നടക്കുന്നത്. ഓക്കെ, ജൂൺ 14-നാണ് എക്സാം നടക്കുന്നത്. അപ്പൊ അത് രാവിലെ ആയിരിക്കും. ജൂൺ 14 രാവിലെ ആയിരിക്കും എക്സാം നടത്തുന്നത്. ലാംഗ്വേജ് ഇംഗ്ലീഷിലും ഉണ്ടാവും,
പിന്നെ മലയാളത്തില് അല്ലെങ്കിൽ തമിഴില് അല്ലെങ്കിൽ കന്നഡ നിങ്ങളുടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ. ഇനി അതുപോലെ തന്നെ പേപ്പർ 2 നമുക്ക് 3 പാർട്ടായിട്ടാണ് തിരിക്കുന്നത്. പേപ്പർ 2ന്റെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് 2 ആണ് വരുന്നത്. ഓക്കെ, അത് 50 മാർക്കിന് ചോദിക്കും. ഓക്കെ, അപ്പൊ ഇതിലും അതുപോലെ തന്നെ ഇംഗ്ലീഷും മലയാളവും കന്നഡയും തമിഴും, ഇംഗ്ലീഷ് എന്തായാലും ഉണ്ടാവും, പിന്നെ ബാക്കിയുള്ള ലാംഗ്വേജ് നിങ്ങളുടെ മദർ ടങ്ക് പോലെ ഉണ്ടാവും. ഇനി അതുപോലെ തന്നെ പാർട്ട് 2 എന്തായിരുന്നു ഉള്ളത്? ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ആണ്. മലയാളം, തമിഴ് അല്ലെങ്കിൽ കന്നഡ. നമ്മൾ മലയാളം അത് 30 മാർക്കിനാണ് വരുന്നത് കേട്ടോ. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി 30 മാർക്കിനാണ് വരുന്നത്. ഇനി പാർട്ട് 3 എന്താ വരുന്നത്? ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ആണ്. അത് 20 മാർക്കിനാണ് വരുന്നത്. 20 മാർക്കിനാണ് വരുന്നത്. 20 മാർക്കിനാണ്. അപ്പൊ ഇത് എപ്പോഴാണ് വരുന്നത്? ജൂൺ 14-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് മെയിൻ എക്സാമിലേക്ക് വരുവാണെങ്കിൽ 3 പേപ്പർ ആയിട്ടാണ് മെയിൻ എക്സാമിനെ തിരിച്ചിരിക്കുന്നത്. പാർട്ട് 1ഉം പാർട്ട് 2ഉം പാർട്ട് 3 എന്ന് പറയുന്ന 3 എക്സാം ആയിട്ടാണ് മെയിൻ എക്സാമിനെ തിരിച്ചിരിക്കുന്നത്. അപ്പൊ പാർട്ട് 1ല് ജനറൽ സ്റ്റഡീസ് 1 ആണ് വരുന്നത്. ജനറൽ സ്റ്റഡീസ് 1 ആണ് പാർട്ട് 1ല് വരുന്നത്. പാർട്ട് 2ല് ജനറൽ സ്റ്റഡീസ് 2, പാർട്ട് 3ല് ജനറൽ സ്റ്റഡീസ് 4 ആണ് വരുന്നത്. അപ്പൊ പാർട്ട് 1ല് നമ്മൾ നോക്കുവാണെങ്കിൽ ജനറൽ സ്റ്റഡീസ് 1 ആണെന്ന് പറഞ്ഞു. ഈ എക്സാം മെയിൻ എക്സാം എന്ന് പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആണ്. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആണ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് എക്സാം എഴുതുന്ന പോലെ, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന പോലെ ക്വസ്റ്റ്യൻ എഴുതി ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് വേറൊരു പേപ്പറിലല്ല ആൻസർ എഴുതുന്നത്. ക്വസ്റ്റ്യൻ കം ആൻസർ ബുക്ക്ലെറ്റ് മോഡലിലാണ് നിങ്ങൾക്ക് കിട്ടുക. അതിൽ തന്നെ ക്വസ്റ്റ്യനും ഉണ്ടാവും, അതുപോലെ തന്നെ ആൻസർ എഴുതാനുള്ള സ്പേസും ഉണ്ടാവും. അതിനകത്താണ് നിങ്ങൾ എഴുതേണ്ടത്. അതുപോലെ തന്നെ 100 മാർക്കിനാണ് 2 മണിക്കൂറാണ് സമയം വരുന്നത്. 2 മണിക്കൂറാണ് സമയം വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് ഭാഷയിലാണെന്ന് ചോദിച്ചാൽ മലയാളത്തിലും ഉണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്, കന്നഡയിലും ഉണ്ട്. ഇത് വരുന്നത് ഒക്ടോബർ 17-ാം തീയതി രാവിലെ ആയിട്ടാണ് പേപ്പർ 1 വരുന്നത്. ഇനി പേപ്പർ 2 ജനറൽ സ്റ്റഡീസ് 2 ആണ്. 100 മാർക്കിനാണ് വരുന്നത്. 2 മണിക്കൂർ തന്നെ. ഇതെന്തായിരുന്നു? 17-ാം തീയതി, ഒക്ടോബർ 17-ാം തീയതി ആഫ്റ്റർനൂൺ ആണ് ഈ ഒരു എക്സാം വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് പേപ്പർ 3. അതില് ജനറൽ സ്റ്റഡീസ് ആണ് വരുന്നത്. ജനറൽ സ്റ്റഡീസ് 3 ആണ് വരുന്നത്. അത് 100 മാർക്കാണ് വരുന്നത്. 100 മാർക്കില് നമുക്ക് 2 മണിക്കൂറാണ് വരുന്നത്. 2 മണിക്കൂറാണ്. ഒക്ടോബർ 18-ാം തീയതി രാവിലെയാണ് ഈ ഒരു എക്സാം നടക്കുന്നത്. ഒക്ടോബർ 18-ാം തീയതി രാവിലെ ആയിട്ടാണ് ഈ ഒരു എക്സാം നടക്കുന്നത്, പേപ്പർ 2. ഇനി ഇതിന്റെ ഇന്റർവ്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 45 മിനിറ്റ് ആണ് ഇന്റർവ്യൂ. 45 മിനിറ്റ് അല്ല, 45 മാർക്കിനാണ് ഇന്റർവ്യൂ. എന്തായിരുന്നു? 45 മാർക്കിനാണ് ഇന്റർവ്യൂ. ജനുവരി ഫെബ്രുവരി 2026-ലാണ് ഈ ഇന്റർവ്യൂ നടക്കുന്നത്. ജനുവരി ഫെബ്രുവരിയിലായിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു 1.5 മണിക്കൂർ. പ്രിലിമിനറി എന്ന് പറയുന്നത് 1.5 മണിക്കൂറായിരിക്കും. 2 പേപ്പറും 100 മാർക്ക് വെച്ചിട്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇതിന്റെ ഒരു പേപ്പർ 1 എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഗ്രി പ്രിലിംസിന്റെ കുറെയൊക്കെ കാണാം. അതുപോലെ തന്നെ ഇക്കണോമിക് പ്ലാനിംഗ് എന്നൊക്കെ പറയുന്ന ഭാഗം തന്നെ UPSC-യുടെ ശരിക്കും ഒരു ചായ കാച്ചൽ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും അല്ലെ. ഡിഗ്രി പ്രിലിംസും UPSC-യും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ശരിക്കും ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെയിൻസ് പേപ്പറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ സിലബസിൽ പലതും എന്തായിരുന്നു? ഡിഗ്രിയുടെ സിലബസും മിക്സ് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ UPSC-യുടെയും കൂടിയിട്ട് നമുക്കിതിൽ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, കുറച്ചുകൂടി പക്ഷെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എഴുതണം. ഓക്കെ, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട വരും ഈ ഒരു എക്സാമിന്. KS-ന് എക്സാം കോമ്പറ്റീഷൻ കൂടുതലാണോ ചോദിച്ചാൽ ഓഫ് കോഴ്സ് കോമ്പറ്റീഷൻ കൂടുതൽ തന്നെയാണ്. ഇനി പ്രാഥമിക പരീക്ഷ നമ്മൾ പ്രിലിമിനറി എക്സാമിനേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമായിരിക്കും. അതായത് ആ ഒരു പ്രിലിമിനറിയുടെ എക്സാമിന് നമുക്ക് എന്തായിരുന്നു? അതിന്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അതായത് കട്ട് ഓഫ് കഴിഞ്ഞാൽ മതി. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് 77 ആയിരുന്നു സ്കീം 1-ന്. സ്കീം 2-ന് എനിക്ക് തോന്നുന്നു 60 മാർക്ക് എന്തോ ആയിരുന്നു. അപ്പൊ അതൊരു സ്ക്രീനിങ് എക്സാം മാത്രമായിരിക്കും. അപ്പൊ യഥാർത്ഥ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്തായിരുന്നു? മുഖ്യ പരീക്ഷ മെയിൻ എക്സാമിന്റെയും അതുപോലെ തന്നെ ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലാണ് ശരിക്കും മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ മെയിൻ എക്സാമിന് 300 മാർക്കും ഇന്റർവ്യൂവിനും 45. ആ 345 മാർക്കിനാണ് യഥാർത്ഥത്തിൽ എന്തായിരുന്നു? ശരിക്കും അവിടെയാണ് കാൽക്കുലേഷൻ വരുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ. അവിടെയാണ് കാൽക്കുലേഷൻ വരുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ പഠിച്ചു വെക്കുക. പ്രാഥമിക എക്സാം എന്ന് പറയുമ്പോൾ സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ് വരുന്നത്. അപ്പൊ പ്രാഥമിക പരീക്ഷയിൽ ആരെയാണ് ഉൾപ്പെടുത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, കൂടുതൽ മാർക്ക് നേടിയ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഒഴിവുകളുടെ എണ്ണം അടിസ്ഥാനമാക്കിയിട്ട് കമ്മീഷൻ ഒരു നിശ്ചിത എണ്ണം ആൾക്കാരനെ നിശ്ചയിക്കും. ആ ആൾക്കാരനെയാണ് ഇപ്പൊ 100 പേരാണെങ്കിൽ ആദ്യത്തെ ഏറ്റവും കൂടുതൽ മാർക്കുള്ള 100 പേരിനെ അവര് ഇന്നാക്കും. ആ ഒരു രീതിയിലാണ് നടക്കുന്നത് കേട്ടോ. 100 പേരാണ് വേണ്ടെങ്കിൽ ആദ്യത്തെ ഒരു
ഏറ്റവും മാർക്ക് കൂടുതലുള്ള 100 പേരിനെ എണ്ണാക്കും. ആ ഒരു രീതിയിലാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതുപോലെ സാധ്യതാ പട്ടികയില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫെബ്രുവരി 16-ാം തീയതി സാധ്യതാ പട്ടികയും ഇവിടെ കൃത്യമായിട്ട് എന്തായിരുന്നു, സാധ്യതാ പട്ടികയല്ല, മൊത്തം റാങ്ക് ലിസ്റ്റ് എന്നിട്ട് സാധ്യതാ പട്ടികയല്ല, റാങ്ക് ലിസ്റ്റ് ഫെബ്രുവരി 16-ാം തീയതി തന്നെ വരും. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ എക്സാമിന് പോകുമ്പോൾ ഹാജരാക്കേണ്ട രേഖകളും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അത് നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഉറപ്പായിട്ടും അതിന്റെ ഇനി എക്സാം കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് ഒക്കെ അല്ലെങ്കിൽ എക്സാമിന് പോകുന്നതിന് മുമ്പ്, കഴിഞ്ഞിട്ടല്ല പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോ ഇത് ഇവിടെ പ്രൊബേഷന്റെ കാലഘട്ടം കൂടി പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് KAS ഓഫീസർ ജൂനിയർ കം സ്കെയിൽ ട്രെയിനിയിൽ ജോലിയിൽ പ്രവേശിക്കുന്നവര് ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തുടർച്ചയായി 3 വർഷത്തിനുള്ളിൽ ആകെ 2 വർഷം പ്രൊബേഷനിലായിരിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള 3 വർഷത്തിൽ 2 വർഷം പ്രൊബേഷനിലായിരിക്കും. ഇതിൽ പരിശീലന കാലയളവ് കൂടി ഉൾപ്പെടുന്നതാണ് എന്നാണ് പ്രൊബേഷന്റെ കാര്യത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ട്രെയിനിങ്ങിന്റെ കാര്യം പറയുന്നുണ്ട്. ട്രെയിനിങ് 18 മാസമോ അല്ലെങ്കിൽ സർക്കാർ കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന കാലയളവോ ട്രെയിനിങ്ങിന് ഉണ്ടാവുന്നതാണ് പറയുന്നത്. ഓക്കെ, ഈ വകുപ്പ് തല പരീക്ഷയെ കുറിച്ച് പറയുന്നുണ്ട്. KAS ഓഫീസർ ജൂനിയർ കം സ്കെയിൽ ട്രെയിനി തസ്തികയിലെ പ്രൊബേഷൻ തൃപ്തികരമായി പൂർത്തിയാക്കുന്നതിനായി മെട്രിക് തലത്തിൽ മലയാള ഭാഷ പഠിച്ചിട്ടില്ലാത്ത KAS ഓഫീസർ, മലയാള ഭാഷ പഠിച്ചിട്ടില്ലാത്തവരാണ് കേട്ടോ, KAS ഓഫീസർ ഉദ്യോഗസ്ഥർ T തസ്തികയ്ക്കായി നിശ്ചയിക്കപ്പെട്ട വകുപ്പ് തല പരീക്ഷകളോടൊപ്പം കേരള പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നടത്തുന്ന മലയാള ഭാഷ പരിജ്ഞാനം പരിശോധിക്കുന്ന വകുപ്പ് തല പരീക്ഷകൾ കൂടി നിർബന്ധമായും വിജയിച്ചിരിക്കേണ്ടതാണ് എന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള KASന്റെ ഇത് നമ്മൾ പറയുന്നത്. അപ്പോ വീണ്ടും നമുക്ക് അടുത്ത ഒരു സെഷനിൽ നമുക്ക് കാണാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ബൈ.